എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ റെയിൽവേയിൽ കേരളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് 14/6/2026 14 ജൂൺ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 11,000-ലധികം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇന്ത്യൻ റെയിൽവേയിൽ നിന്നാണ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 15/5/2026 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നത്. ക്ലോസിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 14/6/2026 14 ജൂൺ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. വന്നിരിക്കുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് ഒന്നെങ്കിൽ ITI, അതല്ലെങ്കിൽ ഡിപ്ലോമ, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെവൽ 2 ആണ് സാലറി സ്കെയിൽ. 19,900 ആണ് ബേസിക് സാലറി. ഇതുകൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. 18 മുതൽ 30 വയസ്സ് വരെ അൺറിസർവ്ഡിനും 33 വയസ്സ് OBCക്കും 35 വയസ്സ് വരെ SC ST കാൻഡിഡേറ്റ്സിനും ഈ റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം. 11,127 വേക്കൻസിയാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ കേരളത്തിൽ തിരുവനന്തപുരത്താണ് വേക്കൻസി വന്നിരിക്കുന്നത്. തിരുവനന്തപുരം RRBയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടിഫിക്കേഷൻ ആണ്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ റിലീസ് ആവുന്നതാണ്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം RRBയിൽ സെപ്പറേറ്റ് ആയിട്ട് എത്ര വേക്കൻസി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിലീസ് ആവുന്നതാണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോയും കൂടി ചെയ്യാം. സോ വരുന്നത് നല്ലൊരു അവസരമാണ്. 15/5/2026 സ്റ്റാർട്ട് ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ 500 രൂപ ഫീസ് ഉണ്ട്. SC ST വുമൺ കാൻഡിഡേറ്റ്സ് 250 രൂപയാണ് ഫീസ്. എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ 400 രൂപ ഫീസ് റീഫണ്ട് ലഭിക്കുന്നതാണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൂടി ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്